ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറയുകയാണെങ്കിൽ 5 വൈൽഡ് കാർഡ് ഇന്ന് കയറി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ നല്ലത്. കാരണം വീട്ടിനുള്ളിലുള്ളവർ വെറുതെ ഗ്രൂപ്പിസം കളിക്കുന്നു എന്നല്ലാണ്ട് അവിടെ കാര്യമായിട്ടുള്ള ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ആ ഒരു വരുന്ന ആളുകളും കൂടി ഇവർക്കൊപ്പം നിന്നിട്ട് ഓണമില്ലാവാതിരുന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അക്ബറും അതുപോലെ ജിസയിലെ അക്ബർ, റണ, അപ്പാനി, ഡോക്ടർ ബിന്നി, അങ്ങനെ കുറേ പേര് ഒരു ഗ്രൂപ്പിൽ, രേണു ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പും, അതുപോലെ അനുമോൾ, അതുപോലെ നമ്മുടെ ഷാനവാസ്, ആദില, നൂറ, പിന്നെ നമ്മുടെ നമ്മുടെ അങ്ങനെ കുറച്ച് പേര് ഉൾപ്പെടുന്ന മറ്റൊരു ടീമും ആയിട്ടാണ് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നത്. ശൈത്യ, ഇവരെല്ലാവരും ഒരു ടീമിലാണ്. ശരിക്കും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടാണ് നമ്മുടെ ഷാനവാസ് മുന്നോട്ട് പോകുന്നത്. ശരിക്കും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഷാനവാസ് കപ്പടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. കാരണം ആദില, നൂറയും അടിപൊളി, പറയാതിരിക്കാൻ വയ്യ, നല്ല രീതിയിൽ കത്തി കയറി വരികയാണ് ആദില, നൂറ. അപ്പോൾ എന്തായാലും വൈൽഡ് കാർഡൊക്കെ വരുന്നതെന്ന് വെച്ചാൽ അവർ കളിയൊക്കെ പുറത്തു നിന്ന് കണ്ടിട്ടാണ് കയറി വരുന്നത്. ഇനി അവർ പ്രയോഗിക്കുന്ന തന്ത്രങ്ങൾ ഏത് രീതിയിലുള്ളതാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇനി പുറത്ത് സപ്പോർട്ട് ഉള്ളവരെ നോക്കിയിട്ട് അവർ ചൂസ് ചെയ്യുമെന്നൊന്നും അറിയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ രേണു, സുധി, പുള്ളിക്കാരത്തിയൊക്കെ ഇന്ന് പുറത്ത് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2 പേര് ഇന്ന് പുറത്ത് പോകുമെന്നൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആരൊക്കെയാണ് പുറത്ത് പോകുന്നത് എന്ന് അറിയാനായിട്ട് കാത്തിരിക്കുകയാണ്. ശരിക്കും ആര്യൻ പുറത്ത് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ആ പയ്യൻ അവിടെ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് എനിക്ക് ഒരു ഊഹമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്നില്ല. ബിഗ് ബോസിനെ, ലാലേട്ടനെ, ആരെയും ഒരു ഇത്തിരി റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല. പുള്ളിക്കാരൻ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. അനുമോളെ കോർണർ ചെയ്ത് തന്നെയാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ആര്യനെ മാത്രമായിട്ട് പറയണ്ട. പിന്നെയെന്ന് വെച്ചാൽ അനുമോളെ ഇന്നലെ നമ്മൾ കണ്ടതാണ്, ലൈവിൽ നമ്മൾ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ അനുമോൾക്ക് നേരെ പുള്ളിക്കാരൻ നല്ല വൃത്തിയായിട്ട് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷൂസ്, അനുമോളുടെ ചെരുപ്പൊക്കെ പറക്കി എറിയുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഒരു കിളിപോയ അവസ്ഥയിലാണ് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ കൊച്ചു പയ്യനല്ലേ എന്നൊക്കെ എല്ലാവരും പറയും. എന്ത് കൊച്ചു പയ്യൻ? ബിഗ് ബോസിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നവർക്ക് 18 വയസ്സായാലും 50 വയസ്സായാലും എല്ലാവരും തുല്യര് തന്നെയാണ്. ഇപ്പോൾ നിൽക്കുന്ന ദിവസങ്ങളിൽ ഈ വന്ന് നിൽക്കുന്ന എല്ലാവർക്കും പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കപ്പടിക്കുന്നത് ആരായാലും, ഇനി 19 വയസ്സുള്ള കുട്ടിക്കാണ് കപ്പടിക്കുന്നതെങ്കിൽ ആ കപ്പ് കൊടുക്കാതിരിക്കുമോ? അതായത് പൈസ കിട്ടാതിരിക്കുമോ? 50 ലക്ഷം കിട്ടാതിരിക്കുമോ? അതിന് 50 60 വയസ്സുള്ള ആളിനാണെങ്കിലും അത് തന്നെ കിട്ടും. അപ്പോൾ പിന്നെ അവിടെ ഏജ് വ്യത്യാസമൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ആര്യന് കുറച്ചൊക്കെ നല്ല ഒരു കപ്പയ്ക്ക സമൂലം അരച്ച് കൊടുക്കേണ്ട സൂക്കേടൊക്കെ ഉണ്ട്. നല്ല ക്രമീടിയുള്ള ഒരാളാണ് ആര്യൻ. ആവശ്യത്തിലധികമൊക്കെ കിടന്ന് പാഴ കാണിക്കുന്നു. അതായത് മുഖം കൊണ്ടുള്ള ഗോഷ്ഠികൾ, സംഭവങ്ങളൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്, ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് 5 വൈൽഡ് കാർഡ് കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങളെ അറിയിക്കാനായിട്ട് വന്നത്. എന്തായാലും നല്ല രീതിയിൽ കളി മുന്നോട്ട് പോട്ടെ. ഇപ്പോഴാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ലൈവ് കാണുമ്പോഴത്തേക്ക് ഇന്നലെയും മെനിങ്ങാന്നൊക്കെ ലൈവ് അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഇന്നലത്തെ ലൈവ് എന്ന് പറഞ്ഞാൽ കിട്ടിലനായിരുന്നു. അതുപോലെ നമ്മുടെ ഈ ആദില നൂറയും ബാക്കിയുള്ള ടീംസിനെയൊക്കെ എടുത്ത് കുടഞ്ഞതൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ അക്ബറും അതുപോലെ തന്നെ ഷാനവാസും തമ്മിലുള്ള ഒരു ഫൈറ്റ് കണ്ടു. അടിപൊളി, ഒരു രക്ഷയില്ല. ഷാനവാസ് എന്ന് പറയുന്നത് ബിഗ് ബോസിനോട് പോലും നമ്മുടെ ഒരു കൺഫെക്ഷൻ റൂമിനകത്ത് വെച്ചിട്ട് ബിഗ് ബോസിനോട് പോലും നല്ല വൃത്തിക്ക് സംസാരിച്ചു നമ്മുടെ ഷാനവാസ്. അതായത് ഷാനവാസ് 2 പേരും മിണ്ടാതിരിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസ്. ആ സമയത്തിന് നമ്മുടെ ഷാനവാസ് പറഞ്ഞെന്താന്ന് വെച്ചാൽ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൻ വായിൽ വരുന്നത് മുഴുവനും പറയുന്നത് കേട്ട് മിണ്ടാതെ ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല ബിഗ് ബോസ് എന്ന് തന്നെ ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഷാനവാസ്. പിന്നീട് 2 പേരെയും കുറച്ച് നേരമൊക്കെ അവിടെ ഇരുത്തിയിട്ടാണ് വിട്ടത്. 2 പേരും കൂടി വയലൻസ് കാണിക്കുന്നു എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. 2 പേരെയും പുറത്ത് വിട്ട് 2 തവണയാണ് ഇന്നലെ കൺഫെക്ഷൻ റൂമിലേക്ക് 2 പേരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ആരാണ്, നമ്മുടെ അനീഷ് ഫുഡ് കഴിക്കാനായിട്ട് വരുന്ന സമയത്ത്, ഭക്ഷണം എടുക്കുന്ന സമയത്ത് ആര്യൻ വന്നിട്ട് ബൗളോട് കൂടി കറി കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ അനീഷ് നല്ല രീതിയിൽ തടഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യരുത് ആര്യൻ, അങ്ങനെ ചെയ്യരുത് ആര്യൻ, അങ്ങനെ ചെയ്യരുത് ആര്യൻ, ഇത് എല്ലാവർക്കും കൂടിയുള്ള ഫുഡാണ് ആര്യൻ, ഇത് എല്ലാവർക്കും കൂടിയുള്ള ഫുഡാണ് ആര്യൻ, ഇത് എല്ലാവർക്കും കൂടിയുള്ള ഫുഡാണ് ആര്യൻ, തെറ്റാണ് നീ ചെയ്യുന്നത്, തെറ്റാണ്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. ആര്യനാവട്ടെ മുഖം കൊണ്ട് ചേഷ്ടകൾ കാണിക്കുന്നു, മൈൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന അപ്പാനി ശരത്ത് പുള്ളിക്കാരൻ ക്യാപ്റ്റനാണെന്ന് കൂടി ഓർക്കണം. പുള്ളി ഇത് കണ്ടിട്ട് നീ ചെയ്യുന്നത് ശരിയല്ല, ഇത് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. ഇവർ ഇതെടുത്തിട്ട് അവർക്ക് കുറേ ബൗളിനകത്ത് കൂടി എടുത്തിട്ട് ഇവർക്ക് അവിടെ ടേബിളിൻ്റെ അവിടെ ഇരിക്കുന്നത് ഇവരുടെ കുറച്ച് ടീംസ് ഉണ്ടല്ലോ, ജിസയിൽ ഉൾപ്പെടുന്ന, അവർക്ക് കൊണ്ടങ്ങ് മറിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ആര് കൊടുക്കും? അപ്പോൾ ആ ചെയ്യുന്നതൊക്കെ വൃത്തികേടല്ലേ? അപ്പോൾ അതിനെ നല്ല രീതിയിൽ ശക്തമായ രീതിയിൽ അനീഷ് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള നമ്മുടെ അപ്പാനി ശരത്ത് മിണ്ടാരിടാ, നിർത്തിയിട്ട് മിണ്ടാരിടാ, ഇറങ്ങി പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മ്ലേച്ഛമായ രീതിയിൽ ഭയങ്കര ശബ്ദത്തിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ അടിക്കാനൊക്കെ ഇങ്ങനെ കൈ ഓങ്ങുന്നുണ്ട് അനീഷിനെ. അത് വളരെ മോശമായിട്ട് തോന്നി. ഒരു ടീമിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അവർക്ക് എന്ത് ഗ്രൂപ്പിസോ എന്തോ ഉണ്ടാവട്ടെ, പക്ഷേ തെറ്റും ശരിയും കാണുകയാണെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അതിന് ഒരു ക്യാപ്റ്റന് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സീസണിലെ ഏറ്റവും കഴിവുകെട്ട ക്യാപ്റ്റൻ അപ്പാനിയാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, അത് പറയാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, അനുമോൾ ഒരു പാവക്കുട്ടിയെ കൊണ്ട് കിടക്കുന്നത്. ആ പാവക്കുട്ടിക്ക് ഒരു പേരൊക്കെ ഇട്ട് ആ പാവക്കുട്ടിയെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കൊണ്ടു കിടക്കുന്നത്. അപ്പോൾ ആ ഒരു പാവക്കുട്ടിയെ നമ്മുടെ നെവിൻ വന്നിട്ട് മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചത് വെറും വൃത്തികേടെന്നേ ഞാൻ പറയൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, അനുമോളുടെ ഡ്രൈ മേശ തുറന്നിട്ട്, അതായത് ആ ഒരു കട്ടിലിനോട് ചേർന്നൊരു മേശയുണ്ടല്ലോ വലിച്ചു തുറക്കുന്ന, അപ്പോൾ അതിനുള്ളിലായിരുന്നു പുള്ളിക്കാരത്തി അത് ഇട്ടിരുന്നത്. അത് തുറന്നിട്ട് അതിനകത്ത് നിന്ന് ഈ ഒരു പാവയെ എടുത്തിട്ട് പിന്നെ നെവിൻ പോകുന്നുണ്ടായിരുന്നു, മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിന്നത് മാത്രമല്ല, ഇതിന് നിന്നത് ക്യാപ്റ്റനായ അപ്പാനി ശരത്താണ് എന്നുള്ളത് എടുത്ത് പറയത്തക്ക ഒരു കാര്യമാണ്. ഒരു ക്യാപ്റ്റനും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വലിയൊരു തെറ്റാണ് അപ്പാനി കാണിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഒരു തെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് തെറ്റിന് നിൽക്കുന്നതും തെറ്റ് ചെയ്യുന്നതും ഒരുപോലെ തന്നെയാണ്. രണ്ടും തുല്യമായിട്ടുള്ള തെറ്റുകൾ തന്നെയാണ്. പിന്നെയെന്ന് വെച്ചാൽ, അപ്പോൾ ഇവിടെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജിസേലിൻ്റെ ലിപ്പിൽ ടച്ച് ചെയ്തു, അനുമോൾ ടച്ച് ചെയ്തത് വലിയ തെറ്റല്ലേ, അവരുടെ പ്രൈവറ്റ് ഏരിയയിൽ അങ്ങനെ തൊടുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അവരുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ലിപ്പ്. അപ്പോൾ ആ തൊട്ടത് തെറ്റാണെന്ന് ഞാനും അത് സമ്മതിക്കുന്നു, തെറ്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അനുമോൾ സ്വകാര്യമായിട്ട് അവൾ കൊണ്ടുവച്ച, അവരുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് അവർ കൊണ്ടുവച്ചിരുന്ന അവരുടെ പാവക്കുട്ടിയെ അവരുടെ പെർമിഷൻ കൂടാതെ തന്നെ അപഹരിച്ചെടുത്തതും അതിനേക്കാൾ വലിയ തെറ്റല്ലേ? രണ്ടും തെറ്റ് തന്നെയാണ്, അതിനേക്കാൾ നല്ല തെറ്റ് തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും ബിഗ് ബോസ് ഒരു സ്റ്റാർ ബാഡ്ജ് കൊടുത്തു, അത് മോഷണം പോവാതെ നോക്കണം എന്ന് പറയുകയാണെങ്കിൽ അത് മോഷ്ടിച്ചെടുക്കുന്നതിൽ തെറ്റില്ല, കാരണം അത് ബിഗ് ബോസിൻ്റെ സാധനമാണ്. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ. പിന്നീടെന്ന് വെച്ചാൽ, നമ്മുടെ ആദില നൂറ എല്ലാ എണ്ണത്തിനും ഇന്നലെ രാത്രി ലൈവിൽ അടുക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പൊളിച്ച് മോളെ പൊളിച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആ ഒരു വലിയൊരു ടീം തന്നെ ഉണ്ടല്ലോ, നമ്മുടെ അക്ബറൊക്കെ അടങ്ങിയ അക്ബർ, ജിസയിൽ, അതുപോലെ അപ്പാനി, അതുപോലെ നമ്മുടെ ചീവിട് റന, അങ്ങനെ പറയാം. അവരൊക്കെ അടങ്ങിയൊരു വലിയൊരു ടീമാണുള്ളത്. ബിന്നി, ശരിക്കും പറയുകയാണെങ്കിൽ ബിന്നിയുടെ ഗെയിമിയുടെ പോക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിന്നിയോട് ലാലേട്ടൻ ചോദിക്കുമ്പോൾ എല്ലാം എണീറ്റ് നിന്ന് പുത്തത്താന്ന് പറഞ്ഞ് എല്ലാം പറയുന്നുണ്ട് പുള്ളിക്കാരത്തി. പക്ഷേ എന്നാൽ പോലും ബിന്നി ആ ഒരു ഗ്രൂപ്പിസത്തിൽ ഒതുങ്ങി നിൽക്കുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ അങ്ങനെ ഇവർ അതിനുള്ളിൽ നിന്നിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഈ പുള്ളിക്കാരത്തികളുടെ ആ ഒരു ഗ്രൂപ്പിന് നേരെ നമ്മുടെ ആദില നൂറ, അടിപൊളി, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവർ ഇത്രയും ആളുകളെ, ഈ പെൺകുട്ടികൾ നേരിട്ടത് അവരുടെ നാവ് കൊണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ അന്തം വിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് പോയി, ഇതെന്താ ഈ കാണുന്നത് എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ തന്നെ നമ്മുടെ റണ ഫാത്തിമ ചീവിടിനെയൊക്കെ അടിച്ച് മൂലക്കിരുത്തി. അപ്പാനി ആവട്ടെ, അക്ബർ ആവട്ടെ, എല്ലാവരും അവസാനം എന്താണ്, നമ്മുടെ ആദില നൂറയുടെ നാവിൽ, പ്രത്യേകിച്ചും നമ്മുടെ ആദിലയുടെ
ആതിരയല്ല, സോറി, നൂറയുടെ, എനിക്ക് രണ്ടുപേരെയും തമ്മിൽ മാറിപ്പോകും എപ്പോഴും. അപ്പോൾ അവരുടെ ആ ഒരു നാവ് കൊണ്ട് അടിച്ച് ചുരുട്ടി അങ്ങ് ഒരു മൂലയ്ക്ക് അങ്ങ് ഇരുത്തി. പിന്നീടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരത്താണേൽ നമ്മുടെ ആദിലയാണോ നൂറയാണോ അവരിൽ ഒരാളെ തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. തെറി എന്ന് പറഞ്ഞാൽ ചെറിയ തെറിയൊന്നുമല്ല, എന്ന് പറയുന്ന ഒരു തെറി ഉണ്ടല്ലോ, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ അവിടെ വലിയൊരു പ്രക്ഷോഭം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നേരെ വന്നിട്ട് ഈ നൂറ വന്നിട്ട് നമ്മുടെ ജിസൈലിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ജിസൈൽ ഈ പുള്ളിക്കാരന്മാരുടെ പക്ഷമാണല്ലോ, ഗ്രൂപ്പിലെ ആളാണല്ലോ, അപ്പോൾ അവരുടെ അടുത്ത് വന്നിട്ട് കുറച്ച് ചേഷ്ടകളൊക്കെ കാണിച്ചിട്ട് നമ്മുടെ നൂറ പറയുന്നൊരു കാര്യമുണ്ട്. എടി, നീ ഒരു പെണ്ണല്ലേ, നിൻ്റെ മുഖത്ത് നോക്കി ആ ഒരു ഭാഷ അതുപോലെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നീയും ഇങ്ങനെ ഡാൻസും കളിച്ചുകൊണ്ടിരിക്കുമോ, നീയൊക്കെ എല്ലാ അവളുമാരും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ ചോദിക്കുന്നുണ്ട്. ജിസൈലിനൊന്നും നാവില്ലായിരുന്നു വായിൽ. ജിസൈലിന് മാത്രമല്ല, ഒറ്റ എണ്ണത്തിന് വായിൽ നാവില്ലായിരുന്നു. എല്ലാ എണ്ണത്തിനെയും നല്ല വൃത്തിയായിട്ട് മലർത്തി അടിച്ചിട്ടുണ്ട് നമ്മുടെ ആദില നൂറ. അതുപോലെ നമ്മുടെ അക്ബറും ഷാനവാസും കൂടി ചേർന്നിട്ട് നല്ല രീതിയിലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിലുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനുമോൾ, അതാണ് എല്ലാത്തിനും തുടക്കം ഇട്ടത്. അനുമോൾ ഇങ്ങനെ നടന്നു വരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഈ പുള്ളിക്കാരനുണ്ടല്ലോ, ആര്യൻ ജിസയിലുണ്ട്. ആര്യൻ്റെ ഡ്രസ്സ് സാധനങ്ങളാണ് ഇങ്ങനെ തറയിൽ ഇങ്ങനെ വച്ചിട്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇതൊക്കെ പറക്കി ഇങ്ങനെ മാറ്റിയൊക്കെ എടുക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അനുമോള് ഈ പുള്ളിക്കാരൻ്റെ ശരീരത്തൊന്നും ടച്ച് ചെയ്യാതെ തന്നെ അനുമോള് വളരെ ഒഴിഞ്ഞിങ്ങനെ നടന്നു പോവുകയാണ്. പക്ഷേ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് പ്രൊവോക്ഡായി. എന്നിട്ട് നീ എന്താടി, നീ എന്നെ ചവിട്ടിയോ, എൻ്റെ കാലിൽ ചവിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളിക്കാരത്തെ പിടിച്ചൊറ്റ തള്ള്, എന്നിട്ട് തല്ലാനായിട്ട് ചെല്ലുന്ന കണക്കൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ അപ്പാനെയൊക്കെ പിടിച്ചു മാറ്റുന്നുണ്ട്. ശരിക്കും അനുമോള് ഭയന്നുപോയി. അനുമോള് പറയണ, അയ്യോ ഞാൻ തൊട്ടിട്ടില്ല. ശരിക്കും നമ്മൾ കണ്ടതാണ്, അനുമോള് ഒന്നും ചെയ്തിട്ടില്ല. അനുമോള് ഈ പുള്ളിക്കാരനെ ചവിട്ടിയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇയാൾ മനഃപൂർവ്വമായിട്ട് ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. കാരണം ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ അനുമോളെയാണല്ലോ കുറ്റപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അനുമോളാണായിട്ട് പറയുന്നു. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് അനുമോളോട്, അനുമോള് അബദ്ധത്തിൽ കാലിൽ അങ്ങനെ ചവിട്ടിയോ എന്ന്. അപ്പോൾ അനുമോള് പറയണേ, ഇല്ല ഷാനവാസ്, ഞാൻ ഒരു കാരണവശാലും അവനെ ചവിട്ടിയിട്ടില്ല, അവൻ്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല, ഞാൻ ഒഴിഞ്ഞങ്ങ് പോരുകയാണ് ചെയ്തത്. ഇവിടെയൊക്കെ ക്യാമറയൊക്കെ ഉണ്ടല്ലോ, വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാമല്ലോ ഡൗട്ട് ഉണ്ടെങ്കിൽ, എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ ഷാനവാസ് ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. ഷാനവാസ് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞാൽ, ആര്യനാണെങ്കിൽ അനുമോളുടെ ചെരുപ്പുകളും സംഭവങ്ങളൊക്കെ വാരി പുറത്തേക്ക് എറിയുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അതിലൊരു പീസ് വന്നിട്ട് ആദിലയുടെ നൂറയുടെ മറ്റു പുറത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ ഇടയിലേക്ക് നമ്മുടെ പുള്ളിക്കാരൻ നമ്മുടെ ഷാനവാസ് അക്ബറൊക്കെ വരുന്ന സമയത്ത് അക്ബറുടെ ഷോൾഡറോ മറ്റോ നമ്മുടെ ഷാനവാസിൻ്റെ ദേഹത്ത് ടച്ച് ചെയ്തു. അങ്ങനെ പിന്നെ ആയപ്പോഴത്തേക്ക്, നീ ഒരു പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ചോദിക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അക്ബറും ഷാനവാസും തമ്മിൽ വലിയ പുകിലായി. രണ്ടുപേരും കൂടി തമ്മിൽ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പോൾ അക്ബർ വന്നിട്ട് നമ്മുടെ ഷാനവാസിൻ്റെ ദേഹത്തേക്ക് പുള്ളിക്കാരൻ്റെ ചെസ്റ്റ് കൊണ്ടുവന്ന് ഈ പുള്ളിയെ ഇങ്ങനെ ടച്ച് ചെയ്ത് തട്ടി ബാക്കിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഒരു തട്ട് കെട്ടിയപ്പോഴത്തേക്ക് തിരിച്ച് 2-3 തട്ട് നല്ല വൃത്തിക്ക് കൊടുത്തു നമ്മുടെ ഷാനവാസ്. എന്നിട്ട് ഷാനവാസ് പറഞ്ഞു, ഫസ്റ്റ് നീയാണ് ഇത് ചെയ്തത്, ഞാനല്ല ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് നീ തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് ഷാനവാസ് നല്ല വൃത്തിക്ക് തട്ടിക്കൊണ്ടുപോയി പുള്ളിക്കാരനെ. ഷാനവാസ് ഒരു രക്ഷയില്ല. ഒടുവിൽ അക്ബറിൻ്റെ നാവടപ്പിച്ചു നമ്മുടെ ഷാനവാസ്. പിന്നീട് ഇതൊന്നും അല്ല സംഭവിച്ചത്, ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ പുള്ളിക്കാരൻ അവിടെ ഇരുന്നിട്ട് അക്ബർ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇരുന്നിട്ട് ഇപ്പോൾ എല്ലാത്തിനും പുള്ളിക്കാരനങ്ങ് പാരഡി ഗാനം ഉണ്ടാവുകയാണ്. അതായത് നമ്മുടെ ഷാനവാസിനെ പറ്റിയിട്ട് പുള്ളിക്കാരനൊരു സോങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ബിഗ് ബോസ് വീട്ടിൽ സീരിയൽ നടനായിട്ട് മുട്ടി ഉരുമി മീശ പിരിക്കുന്നേ മ്യാവൂ മ്യാവൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ അക്ബർ പാട്ടൊക്കെ പാടുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര അരോചകത്വം തോന്നി പുള്ളിക്കാരൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട്. അപ്പോൾ എന്തായാലും ബിഗ് ബോസിൽ നല്ല ഇതിലെല്ലാത്തിലും പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം കേട്ടിട്ട് വായൊന്ന് തുറക്കുക പോലും ചെയ്യാതെ രേണുസുതി ഇങ്ങനെ നിൽക്കുന്നു. ശരിക്കും സ്റ്റമ്പടിച്ച് വെച്ചിരിക്കുന്ന കണക്ക് നിൽക്കുകയാണ് രേണുസുതി. പുള്ളിക്കാരത്തേക്ക് ഒന്നിലും അഭിപ്രായമില്ല, ഒന്നും
ഒന്നും പറയാനില്ല. അതേസമയം വീട്ടിന് പുറത്തായിരുന്നെങ്കിൽ 10 പേരുടെ തന്തയ്ക്കെങ്കിലും വിളിച്ചാണ് പുള്ളിക്കാരത്തി. എന്തായാലും വീട്ടിനകത്ത് വന്നപ്പോൾ ഒതുങ്ങുന്നത് പോലെ അങ്ങ് ഒതുങ്ങിപ്പോയി പുള്ളിക്കാരത്തി. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ലൈവ് വിശേഷങ്ങൾ ഒരുപാടുണ്ട് പറയാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓരോ മത്സരാർത്ഥിയെ കുറിച്ചിട്ടും, ഇപ്പോൾ അനുമോളെ കുറിച്ചിട്ടാണെങ്കിലും അപ്പാനിയെ കുറിച്ചിട്ടാണെങ്കിലും അക്ബറിനെ കുറിച്ചിട്ടാണെങ്കിലും അതുപോലെ അനീഷിനെ കുറിച്ചിട്ടാണെങ്കിലും അതുപോലെ റണയെ കുറിച്ചിട്ടാണെങ്കിലും ആ ഒരു ബിഗ് ബോസിനുള്ളിൽ നിൽക്കുന്ന എല്ലാവരെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ലൈവ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.